السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العظيم. സ്നേഹധന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയുള്ള നാളുകൾ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മനുഷ്യനായി മാറുകയാണ് അവൻ ചെയ്യുന്നത്. ഇത്രയും കാലം അവൻ തൻ്റെ ശരീരത്തെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി സർവ നിയന്ത്രണങ്ങളോടെയും എല്ലാ നിലക്കുമുള്ള പരിമിതിയും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞതുപോലെ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ്. മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് ആഗതമായിട്ടുള്ളത്. അതല്ലാതെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾക്കൊന്നുമല്ല. പല ആളുകൾക്കും റമളാൻ കടന്നു വന്നതോടുകൂടി പല ലക്ഷ്യങ്ങളുണ്ടാവാം. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമളാൻ ഇപ്രാവശ്യം നമ്മിലേക്ക് കടന്നു വന്നു. നമ്മൾ അതിൽ പങ്കെടുക്കുന്നു. അൽഹംദുലില്ലാ. എത്ര അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവില്ല. കാരണം പരിശുദ്ധ റമളാനിൻ്റെ പടിവാതിൽക്കൽ വെച്ചുകൊണ്ട് എത്ര ആളുകളായി ലോകത്തുനിന്ന് വിട പറഞ്ഞത്. അവരൊക്കെ ഈ റമളാനിൽ എത്തണമെന്ന് കൊതിച്ചവരായിരുന്നു, ആഗ്രഹിച്ചവരായിരുന്നു. പക്ഷേ അവർക്കൊക്കെ റബ്ബിൻ്റെ അലംഘനീയമായ വിധിക്ക് മുന്നിൽ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ഈ റമളാനിൽ പങ്കെടുക്കാൻ സാധിച്ചുവല്ലോ. അതിന് അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമളാനിൽ പങ്കെടുക്കാൻ സൗഭാഗ്യം ലഭിച്ചു. ഇനി ഈ നോമ്പിൻ്റെ ലക്ഷ്യം അത് തഖ്വയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കലാണ്, മുത്തഖിയാവലാണ്. അതിനെന്ത് വേണം? നോമ്പ് ശരീരം മുഴുവനും നോമ്പായിരിക്കണം. നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെ പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം രക്ഷയില്ലല്ലോ. അതുകൊണ്ട് മാത്രം നോമ്പാവില്ല. അത് കേവലം പട്ടിണി കിടക്കുക എന്നുള്ള ആ ഒരു കാര്യം പൂർത്തീകരിച്ചു, അതിനുള്ള പ്രതിഫലം ലഭിക്കും. അതേസമയം യഥാർത്ഥത്തിലുള്ള നോമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇംസാക്ക്. വൈകാരികമായ വിചാരങ്ങളിൽ നിന്നും മറ്റു എല്ലാ കാര്യങ്ങളിൽ നിന്നും ശരീരത്തെ മുഴുവനായി തടഞ്ഞു നിർത്തലാണ്, പിടിച്ചു കെട്ടലാണ് ഇംസാക്ക് അഥവാ സൗമ്, നോമ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമായതിലേക്ക് നോക്കാൻ പാടില്ല. നാക്കുകൊണ്ട് വേണ്ടാത്ത ഹറാമുകൾ സംസാരിക്കാൻ പാടില്ല. കാതുകൊണ്ട് വേണ്ടാത്തതൊന്നും കേൾക്കാനേ പാടില്ല. നാക്കുകൊണ്ട് പറയാൻ പാടില്ല. അതേപോലെ തന്നെ കൈകൊണ്ട് പിടിക്കാനോ കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കാനോ പാടില്ല. ഈ തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരാൾ നോമ്പുകാരനായി മാറുമ്പോൾ മാത്രമേ അയാൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ നമുക്ക് ഹൃദയത്തെ ശുദ്ധിയാക്കാനുള്ളതാണ്, ഹൃദയത്തെ വിമലീകരിക്കാനുള്ളതാണ്. ഹൃദയത്തെ നാം സംശുദ്ധമാക്കണം. അതിന് പരിശുദ്ധ റമളാനിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട്, അള്ളാഹുവെ മനസ്സിനെ ശുദ്ധിയാക്കിയിട്ട്, ഒരു മനുഷ്യനോടും വെറുപ്പില്ലാതെ, ഒരു മനുഷ്യനോടും പകയില്ലാതെ, ഒരു മനുഷ്യനോടും വിദ്വേഷമില്ലാതെ നല്ല മുത്തഖീങ്ങളായി നല്ല മനസ്സോടെ ഈ റമളാനിനെ സ്വീകരിച്ച് റമളാനിനെ യാത്രയാക്കാൻ നമുക്ക് കഴിയണം. എല്ലാ അർത്ഥത്തിലും നോമ്പാവണം, അല്ലേ? നോക്കൂ, നിങ്ങൾ ചുറ്റുപാടുകളിൽ നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
പരസ്പരമുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കലാപത്തിന്റെയും കൊലപാതകങ്ങളുടെയും സംഭവങ്ങളാണ് ഈ പരിശുദ്ധമായ റമളാനിന്റെ വരവേൽക്കുന്ന ഈ സമയത്ത് പോലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങളുടെ ഒരുപാട് സംഭവങ്ങളാണ്. നോക്ക് നിങ്ങൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ആഴ്ചകളിലായി പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ 4-5 പേരെയാണ് ഒരു മനുഷ്യൻ നിഷ്കരുണം ചുറ്റിക കൊണ്ട് തലക്ക് അടിച്ചുകൊണ്ട് കൊല്ലുന്നത്. കഴിഞ്ഞ ദിവസമാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തല്ലുകൂടി പരസ്പരം അടിപിടി കൂടിയിട്ട് അതേ പാവപ്പെട്ട ഒരു പൊന്നുമോനെ, ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ പൊന്നുമോനെ നിഷ്കരുണം പരസ്പരം അടിച്ചുകൊണ്ട് തലക്കടിച്ചുകൊണ്ട് കൊന്നത്. ഇങ്ങനെ കുട്ടികൾ മുഴുവനും അക്രമവാസനയുള്ളവരായി തെമ്മാടികളും അതേപോലെ തന്നെ തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും മാറ്റാനുള്ളതാണ് പരിശുദ്ധ റമളാൻ. എല്ലാവരും മാറണം. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും മാറാനുള്ളതാണ്, നന്നാവാനുള്ളതാണ് പരിശുദ്ധ റമളാൻ. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം കുറ്റവാസനകൾ, കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന പകയും വിദ്വേഷവും പരസ്പരം അക്രമവും കലാപവും ലഹരിയുടെ വർധനവുമെല്ലാം നമ്മുടെ സമൂഹത്തെ വലിയ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയാണ്, അക്രമവാസന വർദ്ധിക്കുകയാണ്, പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും വർദ്ധിക്കുകയാണ്. എന്തിനും ഏതിനും പരസ്പരം അടിക്കുകയും മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന നീചവും നികൃഷ്ടവുമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികൾ കടന്നു വരുന്നത്. 14-15 വയസ്സുള്ള കുട്ടികൾ ഇപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ നാളെ അവർ എന്തായിരിക്കും? അവരുടെ അവസ്ഥ ഒന്നും ആലോചിച്ചിട്ടുണ്ടോ? നാളെയുടെ അവസ്ഥ എന്തായിരിക്കും? അവർ വളർന്നു വന്നാൽ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇത്രമാത്രം അരാജകത്വം സൃഷ്ടിക്കുന്നവരായി മക്കൾ വളരുമ്പോൾ ഇതിൽ ആർക്കാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ളത്? പരിശുദ്ധ റമളാനല്ലേ? നമ്മുടെ വീടുകളിൽ മക്കളില്ലേ? അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ടോ? അവർ ഖുർആൻ ഓതുന്നുണ്ടോ? അവർ തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ? അവർ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? പള്ളിയിലേക്ക് പോകുന്നുണ്ടോ? സുബ്ഹിക്ക് എണീക്കുന്നുണ്ടോ? സുബ്ഹി ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്ന് ഇത്യാദി എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും അവരെ പരിശീലിപ്പിക്കേണ്ടതും ആരാണ്? മാതാപിതാക്കളല്ലേ? എന്നാൽ ആ മാതാപിതാക്കൾക്ക് വേണ്ട വിധത്തിലുള്ള പരിശീലനം ഈ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ? ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, ഇത്തരം അരാജകത്വത്തിലേക്കല്ലേ നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എത്രമാത്രം വേദനാജനകമാണ്. വളരെ വേദനാജനകമായ കാര്യമാണ്. നമുക്ക് ഊഹിക്കാനോ സങ്കല്പിക്കാനോ സഹിക്കാനോ പറ്റാത്തതാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മാതാവിനും പിതാവിനുമുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. കേവലം ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം കൊടുത്തതുകൊണ്ട് കാര്യമില്ല. പരസ്പരം സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കുവാനും കരുണ കാണിക്കുവാനും ദയ കാണിക്കുവാനുമുള്ള പാഠം അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്, മതകലാലയങ്ങളാണ്. ആ മക്കളെ മതകലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കണം. മക്കൾക്ക് നല്ല ബോധം കൊടുക്കണം, അവർക്ക് നല്ല സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം, ദീനിൻ്റെ വഴികളിലേക്ക് അവരെ കൊണ്ടുവരണം, ദീനീ പ്രബോധനത്തിൻ്റെ മാർഗങ്ങളിലേക്ക് അവരെ കൊണ്ടുവരണം. ദീനീയായ എല്ലാ ഉപകാരപ്രദമായ ധാർമ്മികമായ ബോധത്തിലേക്ക് കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളാണ്. ഉള്ള സമയങ്ങൾ മുഴുവനും മൊബൈലിലും റീൽസിലും അതേപോലെ തന്നെ യൂട്യൂബിലും തുടങ്ങി ആധുനിക സംവിധാനങ്ങളുടെ മുന്നിൽ അടയിരിക്കുന്നവരായി മക്കൾ മാറുമ്പോൾ പരസ്പരമുള്ള സ്നേഹം അവർക്ക് നഷ്ടപ്പെടുകയാണ്. പരസ്പരം സ്നേഹമില്ല, ആദരവില്ല, ബഹുമാനമില്ല. എല്ലാ സമയത്തും ഈ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ലാതെ അതിലപ്പുറത്തേക്കൊന്നുമില്ല. സ്വന്തം മാങ്ങളെയോ പെങ്ങളെയോ സ്വന്തം കുടുംബത്തെ പോലോ തിരിച്ചറിയാത്ത അയൽവാസികളെ, നാട്ടുകാരെ തിരിച്ചറിയാത്ത ഇത്തരം കലാപ ആഹ്വാനങ്ങൾ ചെയ്യുന്ന, നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ സുഹൃത്തുക്കൾ നടത്തുന്ന അഭിസംബോധനവരിൽ വാട്സപ്പ് ചാറ്റുകൾ, അവരുടെ വോയിസ് റെക്കോർഡുകൾ എത്രമാത്രം മലീവസമാണ്. അവനെ നമുക്ക് കൊല്ലണം, അവനെ ശരിയാക്കണം, അവനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാക്കണം എന്നുള്ള വളരെ കലാപപരമായിട്ടുള്ള കലാപാഹ്വാനം നടത്തിയിട്ട്
എല്ലാവരും ഒന്നിച്ചിറങ്ങി ചെന്ന് കൂട്ടമായിട്ടുള്ള അക്രമത്തിലൂടെ നമുക്ക് കൊലപ്പെടുത്തിയാൽ അത് കേസാവില്ല എന്ന് ഈ 15 വയസ്സ് മാത്രമുള്ള മക്കളുടെ മനസ്സിൻ്റെ ചിന്തകൾ കടന്നു വരുമ്പോൾ അവർക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥ, അവർക്ക് ഇവിടുത്തെ സംവിധാനങ്ങളെ കൃത്യമായിട്ടുള്ള ബോധമുള്ളത് കൊണ്ടും രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ബോധം കൊണ്ടാണ് തെറ്റുകൾ വർദ്ധിക്കുന്നത്. ഏത് അക്രമത്തിൽ പിടിക്കപ്പെടുമ്പോഴും അവർക്ക് ന്യായമായിട്ടുള്ള അർഹിക്കുന്ന ശിക്ഷകൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ ഇത്തരം വലിയ കലാപങ്ങളിൽ നിന്നും കൊലപാതകങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുള്ളൂ. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞല്ലോ, ലോകാവസാനം അടുക്കുമ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്നാണ്. എവിടെ നോക്കിയാലും കൊലപാതകങ്ങൾ. കൊല്ലുന്നവൻക്കറിയില്ല ഞാൻ എന്തിനാ കൊല്ലുന്നത്, കൊല്ലപ്പെടുന്നവൻക്കറിയില്ല ഞാൻ എന്തിനാണ് ഈ കൊല്ലപ്പെടുന്നത്. ആ കുഞ്ഞുമോൻക്കറിയില്ല എന്തിനാണ് എല്ലാവരും എന്നെ തല്ലിക്കൊല്ലുന്നത്. അതേ ഒരു കുടുംബത്തിൽ 5 ആളെ നിഷ്കരുണം കൊന്ന ആ കൊന്നവൻക്കോ കൊല്ലപ്പെട്ടവർക്കോ അറിയില്ല എന്തിനാ കൊല്ലുന്നത്, എന്തിനാണ് ഞങ്ങൾ ഈ കൊല്ലപ്പെടുന്നതെന്ന്. ഈ അവസ്ഥയിലേക്ക് ആ സമൂഹം പോകുന്നത്. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ വലിയ ഗൗരവം വേണം, ജാഗ്രത വേണം. അവരൊക്കെ നേരാക്കിയെടുക്കാനാണ് പരിശുദ്ധ റമളാൻ, കാരുണ്യത്തിൻ്റെ റമളാൻ, സ്നേഹത്തിൻ്റെ റമളാൻ, റഹ്മത്തിൻ്റെ റമളാൻ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ നോമ്പെടുപ്പിക്കണം. നോമ്പെടുപ്പിച്ച് ശരീരത്തെ അവർ നിയന്ത്രിച്ച് മാന്യമായ രീതിയിൽ അവർക്ക് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥകൾ അവരിൽ ഉണ്ടാക്കിയെടുക്കണം. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് മക്കളെ പറഞ്ഞേക്കണം. പള്ളിയിൽ പോയാലും എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കണം. പലപ്പോഴും തറാവീഹിനാണെന്ന് പറഞ്ഞ് മഗ്‌രിബിന് ശേഷം വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങും, അല്ലേ? പള്ളിയിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും. എന്നിട്ടോ പള്ളിയിലെത്തിയോ ഇല്ല. എന്നാൽ പള്ളിയിൽ ചിലപ്പോൾ വന്ന് പുറത്തിറങ്ങി. എന്നിട്ട് മണിക്കൂറുകളോളം പിന്നെ പുറത്താണ്. ലഹരിയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാനും അവരതിൻ്റെ കെണിയിൽ വീഴ്ത്തുവാനും ചുറ്റുപാടും ഒരുപാട് രാക്ഷസന്മാർ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിത്തരം കുട്ടികളെ വലയിൽ വീഴ്ത്തിയിട്ട് ലഹരിക്കടിമപ്പെടുത്തിയിട്ട് അവരെ ആ നന്മയിൽ നിന്നൊക്കെ മാറ്റി തെറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നാം ആലോചിക്കണം, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മക്കളുടെ കാര്യത്തിൽ വലിയ ഗൗരവം വേണം, നല്ല ശ്രദ്ധ വേണം. അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കരുത്, അവരവരുടെ വഴിക്ക് വിട്ടുകൊടുക്കരുത്. അവർക്ക് കൃത്യമായുള്ള വീട്ടിലെപ്പോഴാണ് കടന്നു വരുന്നത്, വീട്ടിൽ നിന്ന് എപ്പോഴാണ് പോകുന്നത്, പോകുന്ന സമയത്ത് എവിടേക്കാണ് പോകുന്നതെന്നുള്ള കൃത്യമായ അന്വേഷണം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നില്ലാത്തതാണ് പ്രശ്നം. അതുണ്ടാവണം. എവിടേക്കാ പോകണമെന്നറിയണം, എവിടുന്നാ വരുന്നറിയണം, ആരാണ് കൂട്ടുകാർ, ഏത് ആളെ കൊല്ലാനാണ് പോകുന്നത്, അല്ലേ? ഏതൊരാളെ കൊല്ലാനാണ് പോകുന്നത്, ഏത് അടിപിടിക്കാണ് പോകുന്നത് എന്നൊക്കെ കൃത്യമായ നിരീക്ഷണം നടത്തണം. അപ്പോൾ ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ഈ പരിശുദ്ധ റമളാൻ പൂർണ്ണാർത്ഥത്തിൽ മക്കളെ മാറ്റിയെടുക്കാനുള്ളതാണ്. അവർ തറാവീഹ് നിസ്കരിക്കാൻ നമ്മുടെ പള്ളികളിലൊക്കെ വരട്ടെ. എന്തേ 14 വയസ്സുള്ള 15 വയസ്സുള്ള 18 വയസ്സുള്ളവർ പള്ളിയിലേക്ക് വരാത്ത സാഹചര്യം ഉണ്ടാകുന്നത്? വീട്ടിലുള്ളവർ ആദ്യം ഇറങ്ങി പള്ളിയിലേക്ക് പുറപ്പെടണം. മാതാപിതാക്കള് അതിന് കുട്ടികളെ പറഞ്ഞേക്കണം. പിതാക്കന്മാർ, ഉപ്പമാർ അവർ പള്ളിയിലേക്ക് വരണം, പള്ളിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. അവരുമായിട്ട് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കാരം അവരിൽ പങ്കെടുക്കണം. കുട്ടികളോട് പോകാൻ പറഞ്ഞ് പിതാവ് വീട്ടിലിരുന്നാൽ ആ കുട്ടികൾ എങ്ങനെ വരും? വന്ന് ഉടനെ തന്നെ പുറത്തിറങ്ങി പോകും ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് ഉപ്പമാർ, സഹോദരങ്ങൾ, മുതിർന്നവർ പള്ളിയിൽ വരണം. എന്നിട്ട് കുട്ടികളെ പറഞ്ഞേക്കണം, കൊണ്ടുവരണം. വരെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നിസ്കരിക്കാനും അതേപോലെ ഖുർആൻ ഓതാനും. പരിശുദ്ധ റമളാനല്ലേ, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ലോകത്തിന് മുഴുവനും മാർഗദർശനമായ പരിശുദ്ധമായ ഖുർആൻ, അവതീർണമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ട് നമ്മുടെ മക്കള് ഈ പരിശുദ്ധ റമളാൻ ഒരു ഖത്മ് തീർക്കട്ടെ. ഓരോ ദിവസവും ഓരോ ജുസ് ഓതട്ടെ.
ഏത് പരീക്ഷയാണെങ്കിലും എന്ത് പരീക്ഷയാണെങ്കിലും അതിൻ്റെ തിരക്കുകൾക്കിടയിലും ഒരു ദിവസത്തിൽ ഒരു പേജെങ്കിലും 2 പേജെങ്കിലും ഖുർആൻ ഓതാൻ ആ മക്കൾക്ക് സാധിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം. ധാർമ്മിക ബോധമില്ലാതെ മതബോധമില്ലാതെ എന്ത് പഠിച്ചിട്ടെന്താ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ? എത്ര വിജ്ഞാനമുണ്ടായിട്ടെന്താ കാര്യം പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് മക്കൾക്ക് നല്ല ബോധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം. നല്ല ബോധത്തിൽ കൊണ്ടുവരണം. അവർ ഖുർആൻ ഓതട്ടെ, ദിക്റും സ്വലാത്തും ചൊല്ലട്ടെ, പള്ളിയിൽ തറാവീഹിൽ പങ്കെടുക്കട്ടെ, കുടുംബവും കൂട്ടുകാരും മക്കളുമായിട്ട് സന്തോഷത്തോടെ കഴിയട്ടെ. അതുകൊണ്ട് രക്ഷിതാക്കൾ ഇതിലൊക്കെ ശ്രദ്ധ പുലർത്തണം. ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് കഴിയുമ്പോഴേക്ക് പിന്നെ മാതാപിതാക്കളുമായുള്ള ബന്ധം ഇങ്ങനെ കുറഞ്ഞു വരിക. പിന്നെ ബന്ധങ്ങൾ മുഴുവനും ഫ്രണ്ട്സുകളുമായിട്ടാണ്. എന്നിട്ട് ഈ ഒരു കൂട്ടുകെട്ടിൽ പെട്ടുപോയാൽ പിന്നെ നമ്മുടെ കുട്ടികൾ കേടുവരുമല്ലോ. അപ്പൊ ആരാണ് ഇവന്റെ ഫ്രണ്ട്സ്, ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. വീട്ടിൽ അവൻ നല്ല കുട്ടിയായിരിക്കാം, പക്ഷേ പുറത്ത് കൂട്ടുകാരുടെ ഫിത്നയിൽ പെട്ടുകൊണ്ട് അവരുടെ ആ കെണിവലയിൽ പെട്ടുകൊണ്ട് ഏറ്റവും മോശമായവരായി നമ്മുടെ കുട്ടികൾ മാറുകയാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടുകെട്ട് നാം ശ്രദ്ധിക്കണം. നാളെ വിരൽ കടിക്കേണ്ട അവസ്ഥ വരരുത്. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ, ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ, ഞാൻ സ്വർഗത്തിലെത്തിയേനെ. പക്ഷേ അവനാണ് എന്നെ കേടുവരുത്തിയത്, അവനാണ് എന്നെ നശിപ്പിച്ചത്, അവനാണ് എന്നെ നാശത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് നാളെ പരലോകത്ത് വെച്ച് വിരല് കടിച്ചുകൊണ്ട് അക്രമി അവൻ്റെ 2 വിരലിങ്ങനെ കടിച്ച് മുറിച്ചുകാണ്ട് പറയും, റബ്ബേ, ആ കൂട്ടുകാരനിലൂടെയാണ് ഞാൻ കേടന്നു പോയത്, ഞാൻ വഴികേടിലായി പോയതെന്ന് നമ്മുടെ മക്കളെ പറയുന്ന അവസ്ഥ വരരുത് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, നാളെ മഹ്ശറയിൽ മക്കൾ നാളെ തള്ളിപ്പറയുന്ന അവസ്ഥകൾ വരരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നല്ല ബോധമുണ്ടാവണം, നല്ല ശ്രദ്ധയുണ്ടാവണം. അവരെ നല്ല ബോധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം. ചെറുപ്പം മുതലേ അങ്ങനെ വേണം. അങ്ങനെ പരിശുദ്ധമായ റമദാൻ ചെറിയവരെയും മുതിർന്നവരെയും ആണിനെയും പെണ്ണിനെയും ഒക്കെ മാറ്റിയെടുക്കാനാണ്. പെൺകുട്ടികളുടെ അവസ്ഥകൾ വളരെ വേദനാജനകമാണ്. പെൺകുട്ടികളുടെ അവസ്ഥകൾ തലമറക്കാതെ നടക്കുന്ന എത്രയെത്ര പെൺകുട്ടികളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. തലമറക്കൽ നിർബന്ധമായ കാര്യമാണല്ലോ. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ വീട്ടിലേക്ക് കയറി വരുന്നത് വരെ തലമറക്കാതെ നടക്കുന്ന എത്രയെത്ര പെൺകുട്ടികളാണ് അല്ലേ? ഇന്ന് തലമറച്ച കുട്ടികളെ കാണാൻ കഴിയാത്ത അവസ്ഥകളാണ്. സ്കൂളിൽ പോകുമ്പോഴാവട്ടെ, വരുമ്പോഴാവട്ടെ, മറ്റെവിടെയാവട്ടെ, തലമറക്കാതെ കുട്ടികൾ നടക്കുമ്പോൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുഴുവനും കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ഇത്തരുണത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ നിയമസംഹിതകളെയും എല്ലാ ദീനിൻ്റെ നിയമങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് തലമറക്കാതെ, മാറുമറക്കാതെ, ശരീരം മറക്കാതെ ഇങ്ങനെ നടക്കുന്ന പെൺകുട്ടികളാണ് ഓരോ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണ്ടേ, എൻ്റെ മകള് തലമറച്ചിട്ടാണോ പോകുന്നത്? എന്താ നിങ്ങൾക്ക് സ്കൂളിൻ്റെ വഴിയിലൂടെ വന്നു നോക്കിക്കൂടെ അവർ തലമറക്കുന്നുണ്ടോ എന്ന്? ഇങ്ങനെ തലമറക്കാത്ത പെൺകുട്ടികൾ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ അവിഹിതമായ ബന്ധങ്ങളും അതേപോലെ തന്നെ ഇത്തരം പ്രണയത്തിൻ്റെ ഊരാ കുടുക്കിലൂടെയും കുട്ടികൾ ഇങ്ങനെ ആർത്തുല്ലസിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ വിശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിച്ച് ഖുർആനോദി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, നല്ല കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കയ്യിലിരിക്കുന്ന ഫോൺ ഒരു മൂലക്ക് വെച്ചിട്ട് ആ ഫോണിലൂടെ റീൽസ് കണ്ടും കേട്ടും അതിലഭിനയിച്ചും കൊണ്ട് സമയം കളയാതെ വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങള് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന മക്കളായി മാറണം. അതിന് മാതാപിതാക്കൾ അവർക്ക് മാതൃകയാവണം. അവർ മാതൃക കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഫോണിൻ്റെ ഷെറിൽ നിന്നും മറ്റു ഷെറിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ട് സമയങ്ങൾ മുഴുവനും ഇബാദത്തിന് വേണ്ടി വിനിയോഗിക്കണം കേട്ടോ. ഇബാദത്തിന് വേണ്ടി വിനിയോഗിക്കണം. വിശുദ്ധ റമദാനിൽ ഒരു സുന്നത്തുകായ കർമ്മം ചെയ്താൽ അതിന് ഫർദിന്റെ കൂലിയല്ലേ? അതുകൊണ്ട് ഒരു സുന്നത്തും ഉപേക്ഷിക്കരുത്. ഒരു ഫർദിനോ 70 ഫർദിന്റെ കൂലിയല്ലേ ലഭിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഫർദും സുന്നത്തും ഒരേപോലെ എടുക്കേണ്ട മാസമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക.
അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ദുഹാ നിസ്കാരം മറക്കരുത്. തറാവീഹ് ഒരിക്കലും ഒഴിവാക്കരുത്. വിത്റുകൾ നാം നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കാരങ്ങള് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സുന്നത്തായ നിസ്കാരങ്ങള്, മറ്റു സുന്നത്തായ കർമ്മങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മനസ്സിനെ ഒന്ന് ശുദ്ധിയാക്കണം, മനസ്സിനെ ഒന്ന് ക്ലീൻ ആക്കണം, മനസ്സിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അതിനെ ശുദ്ധീകരിച്ച് പരിശുദ്ധ റമളാൻ വിട പറയുന്നതോടുകൂടി സമ്പൂർണമായ ഒരു മനുഷ്യനായി, മുത്തഖിയായ ഒരു മനുഷ്യനായി, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാനാണ് റമളാൻ. ആ മുത്തഖിയാവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിലേക്ക് കടന്നു വന്നു റബ്ബേ. ഈ റമളാനിനെ അർഹിക്കുന്ന രീതിയിൽ അല്ലാഹുവേ ആ റമളാനിനെ സ്വീകരിക്കാനും യാത്രയാക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു നൽകണേ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കണേ അല്ലാഹുവേ, എല്ലാ ആപത്തും മുസീബത്തുകളിൽ നിന്നും കാക്കണേ റബ്ബേ. മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് മക്കളെ കാക്കണേ അല്ലാഹുവേ, എല്ലാ ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും ഷർറുകളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നീ കാക്കണേ അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ, മരണം ഖൈറാകുമ്പോൾ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കണേ എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹുവേ, മരണം ഖൈറാകുമ്പോൾ ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുടെയും മാതാപിതാക്കള്, ഭാര്യ ഭർത്താക്കന്മാർ, മക്കള്, കുടുംബങ്ങള്, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ മർഹമത്ത് നൽകണേ അല്ലാഹുവേ, പടച്ചവനെ തമ്പുരാനെ, അവരുടെ ഖബറിനെ നീ വിശാലമാക്കണേ സ്വർഗീയമാക്കണേ സന്തോഷത്തിലാക്കണേ റാഹത്തിലാക്കണേ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ റബ്ബേ ഈ നിമിഷം തന്നെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിൽ സ്വർഗീയ കവാടങ്ങൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണല്ലോ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടച്ചിരിക്കുകയാണല്ലോ. അല്ലാഹുവേ, ആ സ്വർഗലോകത്തിലേക്ക് ഞങ്ങളെയും അവരെയും നീ എത്തിക്കണേ റബ്ബേ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്കും അവർക്കും നൽകണേ അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും റബ്ബേ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, പൊന്നുമക്കളെ, ബന്ധപ്പെട്ടവരെ, സ്നേഹിക്കുന്ന സഹായിക്കുന്നവരെ, അല്ലാഹുവേ ഭക്ഷണം നൽകുന്നവരെ എല്ലാവരെയും റബ്ബേ നരകത്തിൽ നിന്ന് കാക്കണേ ഈ പരിശുദ്ധ റമളാനിൽ ഓരോ ദിവസവും ഒരുപാട് മനുഷ്യർക്ക് നരകമോചനം നൽകുമ്പോൾ സാധുക്കളായ പാപികളായ ഞങ്ങൾക്കും കുടുംബത്തിനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കുമെല്ലാം നരകമോചനം നൽകണേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ്
എല്ലാവരും ഒരു സന്ദേശം കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. എല്ലാവരും ഈ നല്ല സന്ദേശങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് എല്ലാവർക്കും അല്ലാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരുടെ ദുആകളിലും എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഞാനും ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ ദുആകളൊക്കെ കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.